യാത്രക്കാരുടെ പരാതികൾക്കും കാലങ്ങളായി നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്കും പരിഹാരവുമായി ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗിന് പുതിയ വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. പുതിയ വെബ്സൈറ്റ് പുറത്തിറങ്ങുന്ന കാര്യം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് അറിയിച്ചത്. രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള മാളവിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുന്നതിനിടെയാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. ജൂലൈ മാസം പകുതിയോടെ പുതിയ വെബ്സൈറ്റ് പ്രവർത്തനം ആരംഭിക്കുമെന്നും പൊതുജനങ്ങൾക്ക് സേവനം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ IRCTC വെബ്സൈറ്റിൽ ഉപയോക്താക്കളുടെ മൊത്തത്തിലുള്ള അനുഭവം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അത്യാധുനികവും വേഗതമേറിയതുമായ ഫീച്ചറുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. 40 വർഷത്തോളം പഴക്കമുള്ള പാസഞ്ചർ റിസർവേഷൻ സംവിധാനം പരിഷ്കരിക്കുമെന്നും ഓഗസ്റ്റ് മുതൽ അത്യാധുനികമായ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നവീകരിക്കുമെന്നും മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. നിലവിൽ മിനിറ്റിൽ 32,000 ടിക്കറ്റുകളാണ് ബുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇത് ഒരു മിനിറ്റിൽ 1.5 ലക്ഷം എന്ന നിലയിലേക്ക് ഉയരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗിന്റെ 88% ഓൺലൈൻ സംവിധാനം വഴിയാണ്. എന്നാൽ വർദ്ധിച്ച ആവശ്യവും കാലഘട്ടത്തിന്റെ മാറ്റവും ഈ മേഖലയിലും ആവശ്യമുള്ളതിനാലാണ് അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് മാറ്റം വരുത്തുന്നത്. ഇതിനു പുറമെ ടിക്കറ്റുകൾ തിരയുന്നതിലും വേഗം കൂടും. ഒരു മിനിറ്റിൽ 4 ലക്ഷത്തിൽ നിന്നും 40 ലക്ഷത്തിലധികം അന്വേഷണങ്ങൾ സാധ്യമാകുമെന്നാണ് മന്ത്രാലയം പറയുന്നത്. പുതിയ PRS-ൽ ബഹുഭാഷാ സൗകര്യമുള്ള ഉപയോഗിക്കാൻ എളുപ്പമുള്ള ബുക്കിംഗ് അന്വേഷണ ഇന്റർഫേസ് ഉണ്ടായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ 40 വർഷത്തോളമായി, അതായത് 1986 മുതൽ റെയിൽവേ ഉപയോഗിച്ചു വരുന്ന പഴയ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിന് പകരമായാണ് ഈ പുതിയ അത്യാധുനിക സംവിധാനം അവതരിപ്പിക്കുന്നത്. വരുന്ന ഓഗസ്റ്റ് മാസം മുതൽ രാജ്യത്ത് ഘട്ടങ്ങളായി ഈ നവീകരിച്ച സിസ്റ്റം നടപ്പിലാക്കി തുടങ്ങും. ടിക്കറ്റ് ബുക്കിംഗ് പ്രക്രിയ കൂടുതൽ വേഗതയേറിയതും കാര്യക്ഷമമാക്കുക എന്നതു മാത്രമല്ല, റെയിൽവേ ടിക്കറ്റുകൾ അനധികൃതമായി തട്ടിയെടുക്കുന്ന വ്യാജ ഏജന്റുമാരുടെയും ഇടനിലക്കാരുടെയും ചൂഷണം പൂർണ്ണമായി തടയുക എന്നതും ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. പുതിയ സിസ്റ്റം നിലവിൽ വരുന്നതോടെ യാത്രക്കാർക്ക് കൂടുതൽ വേഗത്തിൽ ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. ഏറ്റവും വലിയ പ്രത്യേകത വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ കൺഫേം ആകാനുള്ള കൃത്യമായ സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കുമെന്നതാണ്. റെയിൽവേ മന്ത്രാലയത്തിന്റെ ആസ്ഥാനമായ റെയിൽ ഭവനിൽ വെച്ച് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രോജക്ടിന്റെ പുരോഗതി നേരത്തെ വിലയിരുത്തിയിരുന്നു. പഴയ സംവിധാനത്തിൽ നിന്നും പുതിയതിലേക്ക് മാറുമ്പോൾ സാങ്കേതിക തകരാറുകൾ കാരണം യാത്രക്കാർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ബുക്കിംഗ് തടസ്സങ്ങളോ ഉണ്ടാകരുതെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സഹമന്ത്രിമാരായ V. സോമണ്ണ, രവനീത് സിംഗ് ബിട്ടു എന്നിവരും പങ്കെടുത്ത യോഗത്തിലാണ് സുപ്രധാന തീരുമാനങ്ങൾ സ്വീകരിച്ചത്. ഇതോടൊപ്പം കേരളത്തിലെ റെയിൽവേ വികസനത്തിന് വൻ വേഗത പകരുന്ന മറ്റൊരു സുപ്രധാന പ്രഖ്യാപനവും റെയിൽവേ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ദക്ഷിണ റെയിൽവേയുടെ കീഴിലുള്ള മാരാരിക്കുളം ആലപ്പുഴ സെഷനിലെ 10.65 കിലോമീറ്റർ പാത ഇരട്ടിപ്പിക്കലിനായി 220.51 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമ അനുമതി നൽകി. റെയിൽവേ ശൃംഖലയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന ഫ്ളൈ ഓവർ, ബൈപ്പാസ്, പാത ഇരട്ടിപ്പിക്കൽ തുടങ്ങിയ വികസന പദ്ധതികളുടെ പ്രത്യേക ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. എറണാകുളം, തുറവൂർ, ആലപ്പുഴ, അമ്പലപ്പുഴ, കായംകുളം കോറിഡോറിൽ നിലവിൽ അവശേഷിക്കുന്ന ഏക ഒറ്റവരിപ്പതിയാണ് മാരാരിക്കുളം ആലപ്പുഴ ഭാഗം. ഈ റൂട്ടിലെ മറ്റു ഭാഗങ്ങളിലെല്ലാം പാത ഇരട്ടിപ്പിക്കൽ ഇതിനകം പൂർത്തിയാവുകയോ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലോ ആണ്. കൂടാതെ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ കൺഫേം ആകാനുള്ള സാധ്യത മുൻകൂട്ടി പ്രവചിക്കുന്ന AI സംവിധാനം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. മുൻപ് 53% ഇതിന്റെ കൃത്യത ഇപ്പോൾ 94% റെയിൽവേ ഉയർത്തിയിട്ടുണ്ട്. ഫ്ലെക്സിബിൾ ബോർഡിംഗ്, യാത്രയ്ക്ക് 30 മിനിറ്റ് മുമ്പ് വരെ യാത്രക്കാർക്ക് തങ്ങളുടെ ബോർഡിംഗ് സ്റ്റേഷൻ ഡിജിറ്റലായി മാറ്റാനും സാധിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.